ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആവേദിക പാലക്കാട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തുടക്കക്കാർക്കും ചാനൽ തുടങ്ങാൻ പോകുന്നവർക്കാണ് കേട്ടോ കൂടുതലായിട്ട് ഉപകാരപ്പെടുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ പോയിന്റ്സുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് വരിക എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോഴൊന്നും ചിലപ്പോൾ അത് ആ പോയിന്റ് വരണം എന്നില്ല. ചിലപ്പോൾ നമ്മൾ അവസാനിക്കാനാകുമ്പോഴോ ചിലപ്പോൾ ഇടയിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഓരോ പോയിന്റ് കിട്ടുക. നമുക്ക് എല്ലാ പോയിന്റൊന്നും അറിയത്തില്ലല്ലോ. ചിലപ്പോൾ അറിയുന്ന പോയിന്റ് ആയിരിക്കും, കുറച്ച് ചില ഒന്നോ രണ്ടോ പോയിന്റ് അറിയാത്തതുണ്ടാകും. അപ്പോൾ അത് നമുക്ക് ലഭിക്കുകയാണെങ്കിൽ വളരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനയിൽ കണ്ടതുപോലെ നമ്മൾ ഒരു ചാനൽ തുടങ്ങും അല്ലേ. ആദ്യം തുടങ്ങുമ്പോൾ കുറച്ച് സെറ്റിങ്സ് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാറുണ്ടല്ലേ. ചാനൽ സെറ്റിങ്സ് വന്നിട്ട് അതിൽ നമ്മുടെ നെയിം ഒന്ന് കൊടുക്കൂലേ. നമ്മൾ എന്താ പറയുക, നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിം സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ ഹാൻഡിൽ നെയിമും കൊടുക്കാറുണ്ട് അല്ലേ. ഇത് രണ്ടും നമ്മൾ ചാനലിലൊക്കെ കാണാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ, അത് നമുക്ക് യൂട്യൂബിൻ്റെ ഇതിൽ കാണാറുണ്ട് അല്ലേ. നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ വരും, അതും കാണാറുണ്ട് അല്ലേ. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് പ്രൈവസി, നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കാണണോ കാണണ്ടയോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. കാണണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം, കാണണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം, അതും കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു 24 ദിവസത്തിനുള്ളിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 14 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അപ്പോൾ ആ ചാനൽ നെയിം കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൊടുക്കുക കേട്ടോ. ചേഞ്ച് ചെയ്യാത്ത രൂപത്തിൽ കൊടുക്കുക. വളരെ ക്യൂട്ടായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ചാനൽ നെയിം കൊടുക്കുക, പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ചാനൽ നെയിം കൊടുക്കുക. ഞാനൊക്കെ ആദ്യം കൊടുത്തിട്ട് പിന്നെ മാറ്റിയതാണ് കേട്ടോ. വേദിക എൻ്റർടൈൻമെൻറ്റ് എന്നായിരുന്നു ചാനൽ നെയിം. നമുക്ക് തുടങ്ങുമ്പോഴൊന്നും അറിയത്തില്ലല്ലോ എന്താണ് കൊടുക്കാമെന്ന്. എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് തുടങ്ങാമെന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നല്ലൊരു പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരോടാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നെ തുടങ്ങിയവരോടും പിന്നെ അവരെന്തായാലും പേരൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ പ്രൊഫൈൽ പിക്ചർ എന്ന് പറയുന്നത് നല്ലൊരു ആ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ കൊടുക്കുക കേട്ടോ. നമ്മുടെ പ്രൊഫൈൽ പിക്ചറാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ചിലവരൊക്കെ കൊടുക്കാറുണ്ട്. ഞാൻ ഒന്ന് കുറ്റം പറയാമെന്നല്ല കേട്ടോ. ഒരു ചാനൽ ഏകദേശം തുടങ്ങിയ ചാനലാണ്, 1 മാസം ആയിട്ടുള്ളൂ കേട്ടോ. അവർ പേരൊന്നും പറയുന്നില്ല. അവർ കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താണ്, എനിക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവരുടെ പ്രൊഫൈൽ പിക്ചർ ഒരു ഗോഡിൻ്റെ ആയിരുന്നു കേട്ടോ, ലക്ഷ്മി ഗോഡിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യുമ്പോൾ അവരുടെ ചാനൽ ഇങ്ങനെ നമ്മൾ നോക്കുമല്ലോ, ഓപ്പൺ ചെയ്തിട്ട് നോക്കുമ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വീഡിയോസും ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഗോഡ്സിൻ്റെ പ്രൊഫൈൽ പിക്ചറും ഉള്ളിൽ എന്താ പറയുക കുക്കിംഗ് വീഡിയോസുമാണ്. അപ്പോൾ നമ്മൾ ഗോഡ്സാണ് മൊത്തത്തിൽ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് വരിക. നോക്കുമ്പോൾ ഇങ്ങനെ കുക്കിംഗ്. അപ്പോൾ ഞാൻ പിന്നെ അവരോട് മെസ്സേജ് രൂപത്തിൽ തന്നെ ഇതിലൂടെ പറഞ്ഞു കൊടുത്തു, ചാനൽ നെയിം ചേഞ്ച് ചെയ്യൂ, പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യൂ. അപ്പോൾ നിങ്ങളിങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്, വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നിട്ട് അവർ ചേഞ്ച് ചെയ്തു. പിന്നെ അവരുടെ പ്രൊഫൈൽ പിക്ചറും കാര്യങ്ങളും ഫാമിലി പിക്ചർ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അങ്ങനെ കുഴപ്പമില്ല, അവരങ്ങനെ മാറ്റി. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതുപോലെ നമ്മൾ ചാനലുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ വയ്ക്കാൻ നോക്കുക. നമ്മൾ തെറ്റിദ്ധരിച്ച് പോകുമ്പോൾ ഗോഡിൻ്റെ വെച്ചിട്ട് കുക്കിങ്ങും ഡാൻസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു ബന്ധമില്ലാത്തൊരു പ്രൊഫൈൽ പിക്ചറായി പോകും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് വെറുതെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇതുപോലെ പലരും ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ. അപ്പോൾ ഇതിൽ കുറച്ച് സെറ്റിങ്സേ നമുക്ക് കാണത്തുള്ളൂ. ഫ്രണ്ടിൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഇങ്ങനെ ചാനൽ സെറ്റിങ്സ് കൊണ്ട് ഇത്ര മാത്രമേ കാണത്തുള്ളൂ. ഇതിലും ഒരുപാട് സെറ്റിങ്സുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയുക വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടത്തുള്ളൂ കേട്ടോ. വ്യൂസ് കൂടുക പറഞ്ഞാൽ ഒരുപാട് കൂടത്തല്ല, എന്നാലും കുറച്ച് ഇതിലും അധികം കൂടത്തുള്ളൂ. ഇപ്പോൾ ഒരു ഏകദേശം നമുക്കൊരു 50 വ്യൂസാണ് എപ്പോഴും കിട്ടുന്നതെങ്കിൽ 100ൻ്റെ അടുത്തൊക്കെ വരണമെങ്കിൽ കുറച്ചുകൂടെ സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അത് ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് വെക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കൂടത്തുള്ളൂ. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമ്മൾ കാണിക്കുന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ. ക്രോമിലൂടെ പോയിട്ട് നമുക്ക് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഡാഷ്ബോർഡിൽ അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഡാഷ്ബോർഡ് ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് അതിൽ കുറേ ചാനൽ സെറ്റിങ്സ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തവർ നിർബന്ധമായിട്ടും ചെയ്തു വയ്ക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് യൂട്യൂബിൽ നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കുമ്പോൾ ഉള്ള സെറ്റിങ്സ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ചാനൽ ഓപ്പൺ ആക്കുക. ഞാനിപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഫുള്ളായിട്ട് കാണാൻ പറ്റും. വീഡിയോയും ഷോർട്സും ഹോം പേജൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ സൈഡായിട്ടൊരു പെൻസിൽ ചിഹ്നമുണ്ട് അല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പ്രത്യേകിച്ചും പറയുന്നത്. അതിലപ്പോൾ നെയിം, നമ്മൾ കൊടുത്ത നെയിം കാണാൻ പറ്റും. അത് നമുക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യാം കേട്ടോ. 14 ദിവസത്തിൽ ഒരിക്കലേ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പെൻസിൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നും കാണാം. ഹാൻഡിൽ നെയിമും പിന്നെ ഡിസ്ക്രിപ്ഷനും കാണാൻ പറ്റും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തൊക്കെയാണോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചാനലിൽ ഉൾപ്പെടുത്തുന്നത് അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ പ്രൈവസി,
നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമല്ലോ മറ്റുള്ളവരെയൊക്കെ, അത് മറ്റുള്ളവർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കാം, കാണണ്ടെന്നുണ്ടെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ, ഓൺ ചെയ്യുന്നതും ഓഫാക്കുന്നതും. അപ്പോൾ ഇതിൽ ഇത്ര സെറ്റിങ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ, എന്താ പറയുക, ചാനൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിലും കൂടുതൽ സെറ്റിങ്സ് നമുക്ക് ക്രോമിലൂടെ പോയാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്രോമിലൂടെ പോയിട്ട് YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മുടെ കണ്ടൻറ്റും പിന്നെ എല്ലാം കാണാൻ പറ്റും, വീഡിയോസിൻ്റെ എല്ലാതും. അപ്പോൾ ഞാനിപ്പോൾ ക്രോം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഓപ്പണായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ YT സ്റ്റുഡിയോ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഡാഷ്ബോർഡിൽ എത്തിച്ചേരാൻ പറ്റും. ഞാൻ ഓൾറെഡി കൊടുത്ത കാരണം അത് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. YT സ്റ്റുഡിയോ ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് നമുക്ക് ഓപ്പണായി കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. YT സ്റ്റുഡിയോ അത് ഓൾറെഡി കൊടുത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യാതെ തന്നെ വന്നത്. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പണായി വരുന്നുണ്ട്. കണ്ടൻറ്റിലാണ് ഇപ്പോൾ കിടക്കുന്നത്, ഞാനിപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കുന്നുണ്ട്. മേലെ പോയി കഴിഞ്ഞാൽ ഡാഷ്ബോർഡ് ഓപ്പണായി വരും, കണ്ടില്ലേ, ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും കേട്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും പിന്നെ കുറേ നമ്മുടെ വാച്ചവേഴ്സ് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇതിൽ കാണാൻ പറ്റും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നുകൂടെ പറയുന്നത്. മെസ്സേജ് മൊത്തത്തിലായിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും കേട്ടോ, എല്ലാം നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. അതിലാകുമ്പോൾ ലാസ്റ്റ് ഒരു റൗണ്ട് ഇങ്ങനെ ചിഹ്നം ഉണ്ടാവും, അതിൽ സെറ്റിങ്സ് ആണ് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ഇത് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് സെറ്റിങ്സിൽ ജനറൽ, ചാനൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഇത് കാണാൻ പറ്റും. ബേസിക് ഇൻഫർമേഷൻ, അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, ഫീച്ചേഴ്സ്, എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ബേസിക് ഇൻഫർമേഷനാണ് കേട്ടോ സെറ്റ് ചെയ്യാനുള്ളത്. അതിൽ ആദ്യം തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യം ഏതാണോ അത് കൊടുത്തിട്ടുണ്ടാവും. അടുത്തതായിട്ട് കീവേഡ്സ് കാണാൻ പറ്റും. കീവേഡ്സ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട കുറേ കീവേഡ്സ് നമുക്കതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ നെയിമും അതുമല്ലാതെ നമ്മൾ എന്തൊക്കെയാണോ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, എഡ്യൂക്കേഷനാണോ, ഡാൻസ്, സോങ്, അങ്ങനെയുള്ള എന്തൊക്കെ കീവേഡ്സ് ആണോ ഉള്ളത് അതെല്ലാം നമുക്കതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കോമയിടാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ യൂട്യൂബ് എത്തിച്ചു കൊടുക്കത്തുള്ളൂ. ആവശ്യക്കാരുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കീവേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക എല്ലാതും. ഞാനിപ്പോൾ എഡ്യൂക്കേഷൻ എന്തൊക്കെയാണോ ഉൾപ്പെടുത്തിക്കുക അതെല്ലാം ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ബ്യൂട്ടി ടിപ്സ് ആണോ, ബ്യൂട്ടി ടിപ്സ്, എന്താണ് കിച്ചൺ ടിപ്സ്, അങ്ങനെ പലതും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ ഒന്നുമില്ല, അലോ വ്യൂവേഴ്സ് ടു അത് മാത്രം ക്ലിപ്പ് ഓൺ ചെയ്ത് വെക്കുക കേട്ടോ എപ്പോഴും. പിന്നെ ഉള്ളത് ഫ്യൂച്ചർ എലിജിബിലിറ്റീസ് ആണ് കേട്ടോ, 3rd. അത് 3ഉം എനേബിൾ ആക്കി ഇടുക കേട്ടോ. അത് നമുക്ക് 15 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ആ 2ാമത്തെ ഇൻ്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് ഓൺ ചെയ്ത് വെക്കണം, അല്ലാതെ 3 ഓൺ ചെയ്ത് വെക്കണമെന്നാണ് കേട്ടോ നല്ലത്. അപ്പോൾ 3 സെറ്റിങ്സും ഓൺ ചെയ്ത് വെക്കുക. ഈ സെറ്റിങ്സ് എന്ന് പറയുന്നത് മെയിൻ സെറ്റിങ്സ് ആണ് കേട്ടോ. ഇത് എല്ലാവരും ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സാണ്. ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചാൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടി വരും കേട്ടോ. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും കേട്ടോ, വേണമെങ്കിൽ നോക്കിക്കോളൂ. ഈ സെറ്റിങ്സ് എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് വ്യൂവേഴ്സും സബും കൂടുന്നതെന്ന്. അപ്പോൾ ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം ചെയ്ത് വെക്കുക കേട്ടോ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലാകാത്തതുണ്ടെങ്കിൽ മെസ്സേജ് രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോസിലെ മെസ്സേജുകളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ യൂട്യൂബ് പരമായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരാളൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്തവർക്ക് ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇടയിൽ ഞാൻ എൻ്റേതായിട്ടുള്ള പല വീഡിയോസും ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ചിലപ്പോൾ സബൊക്കെ ചെയ്തിട്ട് വന്നിട്ട് അയ്യോ ഇത് വേറെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇതിൽ വരുന്നത് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇത് മാത്രം ചിലവർ ഉദ്ദേശിച്ച് വരാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളൂ. ചിലവർ കമൻറ്റ് ചെയ്യാറുണ്ട്, എങ്ങനെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, എന്താണ് വാച്ച് അവർ, അങ്ങനെ പലവരും പലതും ചോദിക്കാറുണ്ട്. ഞാൻ മാക്സിമം മെസ്സേജിലൂടെ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. എത്ര ലോങ് ആയിട്ട് ടൈപ്പ് ചെയ്താലും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചിലവർ മനസ്സിലാകുന്ന രൂപത്തിൽ വീഡിയോ അവതരിപ്പിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ.